നമസ്കാരം, ഞാൻ ശാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു മാക്രോണി റെസിപ്പിയാണ്. നമ്മളിത് ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മുടേതായിട്ടുള്ള സ്പൈസസ് ഒക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്നൊരു പാർട്ടിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്ത് അവിടുത്തെ സ്റ്റാർ ആവാൻ പറ്റും. ഇതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളിയൊരു ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ 1 കപ്പ് മാക്രോണി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരു അര ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും വേണം. പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാഗി മസാലയാണേ. ഈ മാഗി മസാല നമ്മുടെ ഈ ഒരു റെസിപ്പിയുടെ ടേസ്റ്റേ വേറെ ലെവലിലാക്കും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ മാഗി മസാല ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാക്കി കയ്യിലുള്ള എല്ലാ പൗഡേഴ്സും വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. നമ്മുടെ മാക്രോണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഈ മാക്രോണി ഇതിലിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഉപ്പും എണ്ണ ഇതിലൊഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാക്രോണി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് മാക്രോണിയൊക്കെ ഒന്നിൽ ഒട്ടാതെ തന്നെ നമുക്ക് കിട്ടും. നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഇതൊന്ന് വെന്ത് വരാനായിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് അടുത്തെടുക്കും. ഇപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 8-10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റണം. ഇപ്പം നമ്മുടെ മാക്രോണിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് വേവിച്ചതുകൊണ്ട് ഇത് ഒന്നിൽ തൊടാതെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാക്രോണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ബട്ടറും ഒരു 3 എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ബട്ടർ മാത്രം വെച്ച് വേണമെങ്കിലും ചെയ്യാം, എണ്ണ മാത്രം വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം ചേർത്ത് കൊടുക്കാൻ. ആദ്യം ഇതിൽ ഇഞ്ചി വളരെ കുറച്ച് മതി കേട്ടോ, വെളുത്തുള്ളിയാണ് കൂടുതൽ വേണ്ടത്. ഇപ്പം ഇതിൽ ഇഞ്ചി ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, വെളുത്തുള്ളി മാത്രം ആയാലും നമ്മുടെ മാക്രോണി നല്ല ടേസ്റ്റിൽ കിട്ടും. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മതിയാവും. ഒരുപാടങ്ങ് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് കൂടെ ചേർക്കാം. ഇപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റും ക്യാപ്സിക്കവും തക്കാളിയാണ് എടുത്തിരിക്കുന്നത്.
നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് അനുസരിച്ച് ഏത് വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് ബീൻസോ കോണോ അല്ലെങ്കിൽ മഷ്റൂമോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റും ക്യാപ്സിക്കവും ടൊമാറ്റോയും ഓനിയനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഈ തക്കാളിയൊക്കെ ഒന്ന് നല്ല സോഫ്റ്റായിട്ട് വരണം. നമുക്കിനി ഇതിലേക്ക് ഈ പച്ചക്കറിയൊക്കെ വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർക്കാം. ഞാനിതിലൊരു 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ആ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയൊക്കെ നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കൂട്ടാം, ഇല്ലെങ്കിൽ ഒരു പച്ചമുളക് വേണമെങ്കിൽ നമുക്കിതിൽ ചേർക്കാം. ഇനി നമുക്കിത് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ മസാലപ്പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മളിനി ഇതിലേക്ക് മാഗിയുടെ മസാലയാണ് ചേർക്കുന്നത്. ഈ മാഗിയുടെ മസാലയും കൂടെ നമ്മളിതിൽ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഈ റെസിപ്പി നല്ലൊരു ടേസ്റ്റിലായിരിക്കും കിട്ടുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ മാഗിയുടെ മസാല ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇതിലേക്കൊരല്പം നാരങ്ങയുടെ നീര് ചേർത്താലും മതിയാവും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മാക്രോണി നല്ല ടേസ്റ്റിൽ കിട്ടും. ഇപ്പം നമ്മുടെ പൊടിയുടെയൊക്കെ പച്ചമണമൊന്ന് പോയതിന് ശേഷം ഞാനിതിലേക്ക് നമ്മുടെ മാഗിയുടെ മസാല ചേർത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടൊമാറ്റോ സോസിൻ്റെ കൂടെ കുറച്ച് റെഡ് ചില്ലി സോസും ചേർക്കാം. ഞാനിതിൽ ചില്ലി സോസ് ഇപ്പോൾ ചേർക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. നമുക്കിനി ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചാൽ മതിയാവും. വെജിറ്റബിൾസ് ഒക്കെ ഓൾറെഡി ഒന്ന് വെന്തിട്ടുള്ളതാണ്. നമ്മുടെ ഈ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡായിട്ട് ആ ഫ്ലേവറൊക്കെ അതിൽ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് മൂടി വെച്ചെടുത്തത്. ഇപ്പം നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊരല്പം തിക്കാണ്. നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഈ മസാലയൊന്ന് വെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഇതിലൊഴിക്കുന്നത്. എപ്പോഴും കുറച്ച് ചൂടുവെള്ളം വേണം ഇതിലൊഴിക്കാനായിട്ട്. അങ്ങനെ ഇപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മാക്രോണി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ മാക്രോണി നമ്മുടെ മസാല എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയെല്ലാം ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ലതുപോലെ മിക്സ് ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചിടാം. എരിവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കുരുമുളകിൻ്റെ പൊടി കുറച്ച് ചേർക്കാം. അതല്ലെങ്കിൽ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ എരിവിന് വേണ്ടിയിട്ട് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ മസാലയൊക്കെ ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. മാക്രോണിയുടെ എല്ലാ ഭാഗത്തും ഇത് എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സ്പ്രിംഗ് ഓനിയനും ചേർത്ത് കൊടുക്കാമേ. ഞാനിവിടെ കുറച്ച് സ്പ്രിംഗ് ഓനിയനാണ് ചേർക്കുന്നത്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടും ഇടാം, മല്ലിയിലയും സ്പ്രിംഗ് ഓനിയനും രണ്ടും ഇടാം കേട്ടോ. ഇപ്പം നമ്മുടെ നല്ല സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഇന്ത്യൻ സ്റ്റൈൽ മാക്രോണി മസാല റെഡി ആയി കഴിഞ്ഞു. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. കുട്ടികൾക്ക് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ എരിവൊക്കെ ഒന്ന് കുറച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. മാഗിയുടെ ഒക്കെ മസാല നമ്മളിതിൽ ചേർക്കുമ്പോൾ അവർക്കിതിൻ്റെ ടേസ്റ്റ് നല്ലതുപോലെ ഇഷ്ടപ്പെടും. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ചീസ് കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ചീസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലിടാം കേട്ടോ. ഇപ്പോൾ ഇതിൽ ചീസൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ മാക്രോണി മസാല റെഡി ആയി കഴിഞ്ഞു. ഇതിൻ്റെ ഓരോ ബൈറ്റും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. പിന്നെ നിങ്ങൾ ഇതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണേ.